ഇത് മുംബൈയിലെ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട്. നേരം പുലർച്ചെ 1 മണി. ദീർഘമായ ഒരു യാത്രയ്ക്ക് മുന്നോടിയായി ഇവിടെ എത്തിയിരിക്കുകയാണ് ഞാൻ. പുലർച്ചെ 5 മണിക്കുള്ള ഒരു വിമാനത്തിൽ എനിക്ക് ടാൻസാനിയയിലേക്ക് പോകണം. മുംബൈ എയർപോർട്ടിലെ ഏറ്റവും പുതിയ ഇന്റർനാഷണൽ ടെർമിനൽ 2 ആണിത്. ലോകത്തെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിലൊന്നാണ് ഇപ്പോൾ ഛത്രപതി ശിവജി എയർപോർട്ടെന്ന് നിസ്സംശയം പറയാനാവും. ഇപ്പോൾ ഞാൻ എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിനുള്ളിലാണ്. കൊച്ചിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് പുറപ്പെട്ട വിമാനത്തിൽ അർദ്ധരാത്രിയോടെ മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് രാവിലെ 5 മണിക്കുള്ള വിമാനത്തിൽ എത്യോപ്യയിലെ അഡീസ് അബാബയിലെത്തും. അവിടെ നിന്ന് വിമാനം മാറിക്കയറി ടാൻസാനിയയിലെ ദാറുസലാമിലെത്തണം. തുടർന്ന് ഒരു ഡൊമസ്റ്റിക് വിമാനത്തിൽ ടാൻസാനിയയിലെ തന്നെ അരൂഷ പട്ടണത്തിലെത്തണം. അവിടെ നിന്നും സമീപസ്ഥലങ്ങളായ മന്യാറ തടാകം, ഗൊറൻഗൊറോ, കിളിമഞ്ചാരോ പർവ്വതം എന്നിവയും ദാറുസലാം, സാൻസിബാർ ദ്വീപ് എന്നിവിടങ്ങളും സന്ദർശിച്ച് മടങ്ങണം. ദീർഘമായ ഒരു മയക്കത്തിനൊടുവിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എത്യോപ്യയുടെ കറുത്ത മണ്ണാണ് കാഴ്ചയിൽ. താഴെ കൃഷിയിടങ്ങൾ, പുൽമേടുകൾ, അതിനിടയിൽ ചെറിയ പൊട്ടുകൾ പോലെ തകരം മേഞ്ഞ വീടുകളുടെ മേൽക്കൂരകൾ കാണാം. 5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എത്യോപ്യൻ മണ്ണിന് മുകളിലൂടെ വിമാനം താഴ്ന്നു പറക്കുന്നത്. വിമാനത്തിനുള്ളിലുള്ളവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെ. എത്യോപ്യൻ തലസ്ഥാനമായ അഡീസ് അബാബയോട് വിമാനം അടുക്കുകയാണെന്ന അറിയിപ്പ് വന്നു. അഡീസ് അബാബ ഇന്റർനാഷണൽ എയർപോർട്ടിലിറങ്ങി എത്യോപ്യൻ എയർലൈൻസിന്റെ മറ്റൊരു വിമാനത്തിൽ വേണം എനിക്ക് ടാൻസാനിയയിലെ പ്രമുഖ നഗരമായ ദാറുസലാമിലേക്ക് പറക്കാൻ. അഡീസ് അബാബയുടെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളാണ് താഴെ. നേരത്തെ ഞാൻ വന്നിട്ടുള്ള ഒരു നഗരമാണ് അഡീസ് അബാബ. എത്യോപ്യൻ കാഴ്ചകൾ നേരത്തെ സഞ്ചാരത്തിനു വേണ്ടി ചിത്രീകരിച്ചിട്ടുള്ളതുമാണ്. എങ്കിലും ഇനിയും ഒരിക്കൽ കൂടി വരാൻ എന്നെ കൊതിപ്പിക്കുന്ന നാടു തന്നെയാണിത്. ദാരിദ്ര്യത്തിന്റെയും ആധുനികതയില്ലായ്മയുടെയും എല്ലാം കാഴ്ചകളുണ്ടെങ്കിലും യാത്രികരെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന വശ്യമനോഹരമായ എന്തെല്ലാമോ ഈ നാട്ടിലുണ്ട്. താഴെ അഡീസ് അബാബയുടെ പ്രാന്തപ്രദേശത്തെ വെളിംപ്രദേശങ്ങളും ചേരിപ്പുരകളുമെല്ലാം കാണുന്നുണ്ട്. കനത്ത മൂടൽമഞ്ഞിലൂടെയാണ് വിമാനം താഴ്ന്നു പറക്കുന്നത്. ഭൂമിയോട് അടുക്കും തോറും മൂടൽമഞ്ഞ് കൂടി വരുന്നു എന്നതാണ് രസകരമായ കാര്യം. ചില നേരത്ത് പുറത്തെ കാഴ്ചകൾ തന്നെ പൂർണ്ണമായി മറയുന്നു. അഡീസ് അബാബ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് വിമാനം താഴ്ന്നിറങ്ങി. നല്ല തണുപ്പുകാലമാണ് ഇപ്പോൾ ഇവിടെ. മധ്യ ആഫ്രിക്ക ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ് തണുപ്പുകാലം. യൂറോപ്പിൽ സമ്മർ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വിന്ററിലേതിന് സമാനമായ കാലാവസ്ഥയാണ് ഉണ്ടാവുക. വിമാനം നിശ്ചലമായ ഉടനെ യാത്രികരെല്ലാം പുറത്തിറങ്ങാൻ തയ്യാറെടുത്തു. ഇവരിൽ 90% ഇന്ത്യക്കാരാണ്. ധാരാളം ഇന്ത്യക്കാർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. അതിൽ വലിയൊരു ഭാഗവും ഉത്തരേന്ത്യക്കാരാണ്. കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ ആളുകളും ആഫ്രിക്കൻ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നു. എത്യോപ്യൻ എയർലൈൻസും സൗത്ത് ആഫ്രിക്കൻ എയർലൈൻസും മുംബൈയിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പുറത്തിറങ്ങുമ്പോൾ കൊടും തണുപ്പാണ്. ജാക്കറ്റോ സ്വെറ്ററോ ഒന്നും കൂടെ കരുതിയിട്ടുമില്ല. ആഫ്രിക്കയിലെ കാലാവസ്ഥ സംബന്ധിച്ചുള്ള എൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു. കൂറ്റൻ വിമാനങ്ങളൊക്കെയുള്ള ഒരു വലിയ ഫ്ലീറ്റാണ് എത്യോപ്യൻ എയർലൈൻസിൻ്റേത്. നിരവധി വമ്പൻ വിമാനങ്ങളുടെ ശ്രേണിയുള്ള ആധുനിക എയർലൈൻ കമ്പനിയായി എത്യോപ്യൻ എയർലൈൻസ് മാറിക്കഴിഞ്ഞു. അത്ഭുതപ്പെടുത്തുന്ന ഒരു വളർച്ചയാണിത്. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിലൊന്നാണ് ഇപ്പോൾ എത്യോപ്യൻ എയർലൈൻസ്. ബസ് ടെർമിനൽ ബിൽഡിങ്ങിനടുത്ത് ചെന്ന് നിന്നു. മറ്റു യാത്രികർക്കൊപ്പം ഞാനും പുറത്തിറങ്ങുകയാണ്. എത്യോപ്യൻ എയർലൈൻസ് മാത്രമല്ല, അഡീസ് അബാബ ഇന്റർനാഷണൽ എയർപോർട്ടും എന്നെ തെല്ലൊന്ന് അതിശയിപ്പിക്കുന്നുണ്ട്. എത്യോപ്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ദാരിദ്ര്യത്തിന്റെ ചിത്രങ്ങളാണല്ലോ നമ്മുടെ മനസ്സിൽ തെളിയുക. വിശപ്പ് സഹിക്കവയ്യാതെ ഒട്ടകച്ചാണകം ഭക്ഷിക്കുന്ന ബാലനും മെലിഞ്ഞുണങ്ങിയ ശരീരവും വലിയ കണ്ണുകളുമുള്ള മനുഷ്യരുമെല്ലാം അതിലുണ്ടായിരുന്നു.
ആ ചിത്രങ്ങളുമായൊന്നും ഒരു ബന്ധവുമില്ലാത്ത വിമാനത്താവളമാണ് ഇവിടെ നാം കാണുന്നത്. ഇവിടെ ഇപ്പോൾ സമയം 8 മണിയായിട്ടേ ഉള്ളൂ. ഇനി 2.5 മണിക്കൂർ കാത്തിരിക്കണം. 10:00-ക്കാണ് എനിക്ക് പോകേണ്ട അടുത്ത വിമാനം പുറപ്പെടുക. എല്ലാ വിമാനത്താവളങ്ങളിലും ട്രാൻസിറ്റിലെ സെക്യൂരിറ്റി പരിശോധനകൾ പതിവാണ്. എത്യോപ്യൻ എയർലൈൻസിന്റെ ആസ്ഥാനം തന്നെ ഈ എയർപോർട്ടാണ്. ഒരു ഹബ് എയർപോർട്ടാണിത്. എത്യോപ്യൻ എയർലൈൻസ് പ്രമുഖമായ എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമായി നിരവധി സർവീസുകളുമുണ്ട്. എയർപോർട്ടിന്റെ ഒരു ഭാഗത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ്. എത്യോപ്യൻ സ്ത്രീകളുടെ പാരമ്പര്യ വസ്ത്രങ്ങളാണ് ഇത്. ലളിതമെങ്കിലും പ്രൗഢിയുള്ള വസ്ത്രം. അത്തരം വസ്ത്രം ധരിച്ചുള്ള എത്യോപ്യൻ നൃത്തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലെതർ ജാക്കറ്റും ഷൂസും ബാഗുമെല്ലാം വിൽപ്പനയ്ക്കായി നിരത്തിയിരിക്കുന്നു. എയർപോർട്ടിലൂടെ ഞാൻ കുറേ സമയം ചുറ്റി നടന്നു. ഡിജിറ്റൽ ബോർഡുകളിലൊന്നും ദാറുസലാമിലേക്ക് പോകുന്ന വിമാനത്തെക്കുറിച്ച് ഒരറിയിപ്പുമില്ല. 10:30-ക്കാണ് വിമാനം പുറപ്പെടുന്നതെന്ന് അറിയാം. പുറത്ത് യാർഡിലാകെ നിരന്നുകിടക്കുന്നത് എത്യോപ്യൻ എയർലൈൻസിന്റെ കൂറ്റൻ വിമാനങ്ങളാണ്. 400 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന വിമാനങ്ങൾ. എത്യോപ്യൻ എയർലൈൻസ് ഇത്രയേറെ വളർന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. 80ഓളം വലിയ വിമാനങ്ങൾ ഇവരുടേതായി ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. മറ്റൊരു 44 വിമാനങ്ങൾക്ക് കമ്പനി ഓർഡർ നൽകിയിട്ടുമുണ്ട്. അത്ഭുതകരമായ വളർച്ചയുടെ ചരിത്രമാണ് എത്യോപ്യൻ എയർലൈൻസിൻ്റേത്. ഏകീകൃത എത്യോപ്യ നിലവിൽ വന്ന കാലത്ത് 1940കളിൽ ഹെയ്ലെ സെലാസി ഒന്നാമൻ ചക്രവർത്തി രാജ്യത്തിന് സ്വന്തമായി ഒരു വിമാന കമ്പനി തുടങ്ങാൻ ശ്രമം തുടങ്ങിയിരുന്നു. അതിനായി അദ്ദേഹം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം തേടി. അങ്ങനെ 1945 ഡിസംബർ 21-ന് അമേരിക്കൻ സഹായത്തോടെ എത്യോപ്യൻ എയർലൈൻസ് നിലവിൽ വന്നു. ആദ്യകാലത്ത് പൈലറ്റുമാരും ടെക്നീഷ്യന്മാരും അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവരുമെല്ലാം അമേരിക്കക്കാരായിരുന്നു. വെറും 5 ഡെസ്റ്റിനേഷനുകളിലേക്ക് മാത്രമായിരുന്നു അന്ന് സർവീസ്. 1947-ൽ തന്നെ എത്യോപ്യൻ എയർലൈൻസ് ബോംബെയിലേക്ക് സർവീസ് തുടങ്ങിയിരുന്നു. എത്യോപ്യ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ നാളുകളിൽ പോലും രാജ്യത്തിന്റെ എയർലൈൻ കമ്പനി വളരുകയായിരുന്നു എന്നതാണ് സവിശേഷത. 2000 ആണ്ടിനു ശേഷം എത്യോപ്യൻ എയർലൈൻസിന്റെ വളർച്ച അതിദ്രുതമായിരുന്നു. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനികൾ നഷ്ടത്തിലാവുകയോ വിറ്റുപോവുകയോ ചെയ്തപ്പോഴും എത്യോപ്യൻ എയർലൈൻസിനെ നിലനിർത്തിയത് അതിന്റെ പ്രൊഫഷണലിസമാണെന്ന് പറയാം. 83 ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഇപ്പോൾ എത്യോപ്യൻ എയർലൈൻസ് സർവീസുണ്ട്. വിമാന കമ്പനിയുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ചു നിൽക്കെ എനിക്ക് ദാറുസലാമിലേക്ക് പോകാനുള്ള വിമാനം പുറപ്പെടാറായെന്ന അറിയിപ്പ് വന്നു. ഇപ്പോൾ ഞാൻ ദാറുസലാമിലേക്ക് പറക്കാൻ ഒരുങ്ങിയിരിക്കുന്ന വിമാനത്തിനുള്ളിലാണ്. യാത്രികരിൽ പലരും പുതച്ചുമൂടിയിരുന്ന് ഉറക്കത്തിലായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ആരും തന്നെ ഒരു പോള കണ്ണടച്ചിരിക്കില്ല. മുംബൈയിൽ നല്ല എയർപോർട്ടാണെങ്കിലും പരിശോധനകൾക്കായി ക്യൂ നിന്ന് യാത്രികർ മടുക്കും. 2-3 മണിക്കൂറുകൾ വരെ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് അവിടെ. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നതാണ് അതിനൊരു കാരണം. അതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ, സെക്യൂരിറ്റി പരിശോധനകൾക്കായി കാത്തുനിന്ന് വലഞ്ഞവരുടെ നീണ്ട ക്യൂ അവിടെ എപ്പോഴും കാണാം. വിമാനം നീങ്ങിത്തുടങ്ങി. ടാൻസാനിയയിലേക്കുള്ള പറക്കലിനിടെ അല്പനേരം മയങ്ങണം. അഡിസ് അബാബയിൽ നിന്നും ദാറുസലാമിലേക്കുള്ള യാത്രാപഥം സ്ക്രീനിൽ. ഏകദേശം 1650 കിലോമീറ്റർ ഇനി പറക്കാനുണ്ട്. 3 മണിക്കൂറിന്റെ ആകാശയാത്ര. എത്യോപ്യയിൽ നിന്നുയർന്ന് കെനിയയ്ക്ക് മുകളിലൂടെ ടാൻസാനിയയിലേക്ക് വിമാനമെത്തും. അഡിസ് അബാബ എയർപോർട്ടിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ചൈനീസ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത്. വിമാനം റൺവേയിൽ നിന്ന് ഉയർന്നപ്പോഴേക്കും മൂടൽമഞ്ഞിന്റെ വലയത്തിലായിരിക്കുന്നു. കുറച്ചുകൂടി ഉയരത്തിലേക്കെത്തുന്നതോടെ മൂടൽമഞ്ഞിൽ നിന്നും പുറത്തു കടക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് വിമാനച്ചിറകിന്റെ നേരെ മുകളിലുള്ളതായതിനാൽ പുറത്തെ കാഴ്ചകൾ വിശദമായി ഷൂട്ട് ചെയ്യാൻ ആവുന്നില്ല. ദൃശ്യത്തിന്റെ പകുതി ഭാഗത്തും നിറഞ്ഞു നിൽക്കുകയാണ് വിമാനച്ചിറക്.
അഡിസ് അബാബ എയർപോർട്ടിന്റെ മുകളിലേക്ക് ഉയർന്ന് ഒന്ന് വട്ടം ചുറ്റി വിമാനം തെക്കുദിശയിൽ പറക്കൽ ആരംഭിക്കുകയാണ്. സീറ്റിനു മുന്നിലെ സ്ക്രീനിൽ അതിന്റെ യാത്രാപഥം വ്യക്തമായി കാണാം. നെയ്റോബി, എൻഡബെ, ബുജുംബുറ, ജൂബ തുടങ്ങിയ പട്ടണങ്ങളിലേക്കെല്ലാം അഡിസ് അബാബയിൽ നിന്നും ഫ്ലൈറ്റുകളുണ്ട്. ദാറുസലാമിലേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്നതുൾപ്പെടെയുള്ള വിശേഷങ്ങളും ഇതിൽ കാണാം. ലോക്കൽ ടൈം 11 മണിയായിരിക്കുന്നു. സ്ക്രീനിൽ സിനിമയും കാർട്ടൂണുമെല്ലാം സെലക്ട് ചെയ്യാമെങ്കിലും എനിക്ക് കൂടുതലിഷ്ടം മാപ്പിലെ വിമാനപാതയും അറിയിപ്പുകളും കാണുന്നതിലാണ്. മാപ്പിലെ ദൃശ്യവും ജനാലയിലൂടെ താഴെ കാണുന്ന ഭൂപ്രകൃതിയും താരതമ്യം ചെയ്യുക രസകരമായ ഒരു പരിപാടിയാണ്. ഭൂമിയിൽ യഥാർത്ഥത്തിലുള്ള പർവ്വതങ്ങളും തടാകങ്ങളും കടൽ തീരവുമെല്ലാം മാപ്പുമായി ഒത്തുനോക്കി മനസ്സിലാക്കാം. അഡിസ് അബാബയിൽ നിന്നും കിഴക്കൻ ആഫ്രിക്കയുടെ വിശാല ഭൂമികയ്ക്ക് മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. എന്റെ സഹയാത്രികരിൽ പലരും മൂടിപ്പുതച്ചു കിടന്ന് ഉറങ്ങുകയാണ്. അപൂർവം ചിലർ സ്ക്രീനിലെ സിനിമയിലും മറ്റും മുഴുകിയിരിക്കുന്നു. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അന്തരീക്ഷം ആകെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. അതെന്നെ അല്പം ആശങ്കയിലാക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലും ആകാശം മൂടിക്കെട്ടി നിന്നാൽ ടാൻസാനിയയിലെ എന്റെ യാത്രയും ചിത്രീകരണവുമെല്ലാം പ്രതിസന്ധിയിലാവും. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഇന്റർനെറ്റിൽ ടാൻസാനിയയിലെ കാലാവസ്ഥ ഞാൻ പരിശോധിച്ചതാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണ് അവിടെ എന്നാണ് അപ്പോഴെല്ലാം കണ്ടത്. അന്തരീക്ഷം എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ. ഇപ്പോൾ താഴെ ചിതറിക്കിടക്കുന്ന കടലാസ് തുണ്ടുകൾ പോലെ ആയിരക്കണക്കിന് വീടുകളുടെ മേൽക്കൂരകൾ കാണുന്നു. ടാൻസാനിയയുടെ വാണിജ്യ തലസ്ഥാനമായ ദാറുസലാമാണത്. ആ നഗരത്തിലേക്ക് വിമാനം താണിറങ്ങാൻ പോവുകയാണെന്ന അറിയിപ്പ് വന്നു. ദാറുസലാം ഒരു വലിയ പട്ടണമാണ്. ആഫ്രിക്കയിലെ തന്നെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്ന്. പണ്ടുകാലം മുതൽ ദേശാന്തരഗമനം നടത്തുന്ന വർത്തക സംഘങ്ങളുടെ ഒരു ഇടത്താവളമായിരുന്നു ദാറുസലാം. അറബികളും പാശ്ചാത്യരുമെല്ലാം ഒരു കച്ചവട കേന്ദ്രമാക്കി വളർത്തിയെടുത്ത പ്രദേശം. ദാറുസലാമിന് പുറത്തുള്ള ദ്വീപായ സാൻസിബാർ 15-ാം നൂറ്റാണ്ടിൽ തന്നെ വലിയൊരു വാണിജ്യ കേന്ദ്രമായി വളർന്നിരുന്നു. ദാറുസലാമിന്റെ ആകാശത്തുകൂടി ഒന്ന് വട്ടം ചുറ്റുകയാണ് വിമാനം. ആകാശം ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു. വെയിലുണ്ട്. നേരം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. 12 മണിയായപ്പോൾ തന്നെ വിമാനത്തിൽ ഉച്ചഭക്ഷണം വിളമ്പിക്കഴിഞ്ഞിരുന്നു. ദാറുസലാമിന്റെ പരിസരത്തെ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളുമാണ് താഴെ കാണുന്നത്. ആഫ്രിക്കൻ ഭൂമിക ഇങ്ങനെ മുകളിൽ നിന്ന് കാണുമ്പോൾ വലിയ ചന്തമുണ്ടാവില്ല. പ്രകൃതിയുടെ അത്ഭുതങ്ങളും വലിയ ചരിത്രവും ഗോത്ര സംസ്കൃതിയുമെല്ലാമുള്ള നാടുകൾ തന്നെയാണ് ഇതെല്ലാം. പല വിധത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞ ജനവിഭാഗങ്ങളാണ് ഇപ്പോൾ ടാൻസാനിയയിലുള്ളത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരമ്പരാഗത ഗോത്ര ആചാരങ്ങൾ പിന്തുടരുന്നവരുമെല്ലാം അതിലുണ്ട്. ഏതു മതക്കാർ എന്നതിനേക്കാൾ ഇവിടെയുള്ള മനുഷ്യരിൽ ആഫ്രിക്കൻ തനിമ കുടികൊള്ളുന്നു. കരുത്തിന്റെ കറുപ്പുനിറമുള്ള മനുഷ്യർ. താഴെ നീണ്ടു പരന്നുകിടക്കുന്ന ദാറുസലാം പട്ടണം. 19-ാം നൂറ്റാണ്ട് വരെയും ഒരു ചെറിയ മുക്കുവ ഗ്രാമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1886-ൽ സാൻസിബാറിലെ സുൽത്താനായിരുന്ന മജീദ് ബിൻ സയ്യിദാണ് ഇവിടം ഒരു പട്ടണമാക്കി മാറ്റിയതും അതിന് ദാറുസലാം എന്ന് പേരിട്ടതും. വിമാനം ദാറുസലാമിന്റെ ജൂലിയസ് നൈറേറെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് താഴ്ന്നിറങ്ങി. ഒരു ഭാഗത്ത് പുതിയ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. ടാൻസാനിയയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു ജൂലിയസ് നൈറേറെ. അദ്ദേഹത്തിന്റെ പേരാണ് വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത്. വിമാനത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദാറുസലാമിന്റെ കാഴ്ചകളിലേക്കല്ല ഇന്ന് ഞാൻ ആദ്യം പോകുന്നത്. ഇവിടെ ഇറങ്ങി ഒരു ഡൊമസ്റ്റിക് വിമാനത്തിൽ യാത്ര തുടരേണ്ടതുണ്ട്. ഡൊമസ്റ്റിക് ടെർമിനൽ കുറച്ചകലെയാണ്. ദാറുസലാം ഉൾപ്പെടെ ആഫ്രിക്കയിലെ ഏതു നഗരത്തിലേക്കും വിമാനത്തിൽ ചെന്നിറങ്ങുമ്പോൾ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന പ്രധാന ചോദ്യം യെല്ലോ ഫീവറിനുള്ള പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നാണ്.
വാക്സിൻ എടുത്തതിന്റെ രേഖ എൻ്റെ കൈവശമുണ്ടായിരുന്നു. എമിഗ്രേഷൻ ക്ലിയറൻസിന് ശേഷം വിമാനത്താവളത്തിന് പുറത്തേക്കിറങ്ങി. എനിക്കിനി ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് പോകേണ്ടത്. ഇദ്ദേഹം എന്നെ അവിടേക്ക് കൊണ്ടുപോകാമെന്നേറ്റിരിക്കുകയാണ്. ഗോഡ് ലവ് എന്നാണ് ആളുടെ പേര്. ഇവിടുത്തെ ഒരു ടാക്സി ഡ്രൈവറാണ് ഗോഡ് ലവ്. ഇന്റർനാഷണൽ ടെർമിനലിൽ നിന്നും ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് സർവീസ് വാഹനങ്ങളൊന്നുമില്ല. ടാക്സി വിളിക്കുകയേ രക്ഷയുള്ളൂ. ഒരു ഓട്ടം തരപ്പെട്ടതിൻ്റെ ആഹ്ലാദത്തിൽ നടക്കുകയാണ് ഗോഡ് ലവ്. അക്കേഷ്യ മരത്തിൻ്റെ മാതൃകയിലാണ് ടെർമിനലിൻ്റെ മേൽക്കൂര. 1980കളിൽ നിർമ്മിതമായ എയർപോർട്ടാണിത്. നെതർലാൻഡ്സിലെ റോയൽ ബാം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇപ്പോൾ ഇവിടെ. തൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്കാണ് ഗോഡ് ലവ് എന്നെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വിചിത്രമായ പല ഇംഗ്ലീഷ് പേരുകളും പുതുതലമുറയിലെ ആഫ്രിക്കക്കാർക്കുണ്ട്. നല്ലൊരു വാഹനമാണ് ഗോഡ് ലവിൻ്റേത്. അതിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി. $30 ഗോഡ് ലവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്പം കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷേ അവിടേക്ക് എത്ര ദൂരമുണ്ടെന്നറിയില്ല. കൊച്ചിയിലെ സിറ്റി ബസ്സുകളുടെ സഹോദരങ്ങളാണ് ഇവിടുത്തെ ബസ്സുകളെന്ന് തോന്നിപ്പോകുന്നു. യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ് മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതും മറ്റും. വിപുലമായ ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുകയാണ് ജൂലിയസ് നൈറേറെ ഇന്റർനാഷണൽ എയർപോർട്ട്. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും ഒരു വിമാനത്തിൽ അരൂഷ എന്ന സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ടാൻസാനിയയുടെ വടക്കൻ ഭാഗത്തുള്ള ഒരു പട്ടണമാണത്. അരൂഷയിൽ നിന്നും കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്താൽ കെനിയൻ അതിർത്തിയിലേക്കെത്താം. വിഖ്യാതമായ മേരു പർവ്വതത്തിന്റെ താഴ്വാരത്തെ പട്ടണമാണ് അരൂഷ. വലിയ ചരിത്രമുള്ള ഒരു പ്രദേശമാണത്. ഇന്ന് വൈകുന്നേരത്തോടെ അരൂഷയിൽ എത്തിച്ചേരാമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഇതാണ് ഡൊമസ്റ്റിക് വിമാനങ്ങളുടെ എയർപോർട്ട്. ഏതാണ്ട് 3 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ചെറിയൊരു യാത്രയ്ക്കായി ഏകദേശം 1800 രൂപ ടാക്സി ഡ്രൈവർ എന്നോട് വാങ്ങിയിരിക്കുന്നു. ഞാൻ ദൈവസ്നേഹത്തിന്റെ കാറിൽ നിന്നിറങ്ങി. പണ്ടത്തെ ഇന്റർനാഷണൽ ടെർമിനൽ ഇതായിരുന്നു. ഇതാണ് ചെക്ക് ഇൻ കൗണ്ടറുകൾ. ചെക്ക് ഇൻ ചെയ്തപ്പോൾ ചെറിയൊരു തുണ്ടുകടലാസാണ് എനിക്ക് തന്നത്. സീറ്റ് നമ്പർ ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാമെന്നും പറഞ്ഞു. കെട്ടിടത്തിണ്ണയിൽ ഇറങ്ങി നിന്നാൽ കുറെ ചെറുവിമാനങ്ങൾ അങ്ങിങ്ങി കിടക്കുന്നത് കാണാം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇത്തരത്തിലുള്ള ഒരു ചെറുവിമാനത്തിൽ വേണം അരൂഷയിലേക്ക് പോകാൻ. ഇത്തരം ചെറുവിമാനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. പല ബാച്ചുകളായി ആളുകൾ വിമാനത്തിനടുത്തേക്ക് പോകുന്നത് കാണാം. കളിപ്പാട്ടങ്ങൾ പോലുള്ള സെസ്ന വിമാനങ്ങൾ. ഇത്തരമൊരു വിമാനത്തിൽ ഇനി 2 മണിക്കൂർ യാത്ര ചെയ്യണം. വലിയ വിമാനങ്ങളൊന്നും കാണാനില്ല. ഒറ്റ എഞ്ചിൻ മാത്രമുള്ള ചെറുവിമാനങ്ങൾ. ചെറിയൊരാശങ്ക എൻ്റെ ഉള്ളിൽ പടരുന്നുണ്ട്. ആഫ്രിക്കൻ കാടുകളിൽ എവിടെയെങ്കിലുമായിരിക്കുമോ ഇന്ന് രാത്രി അന്തി ഉറങ്ങേണ്ടി വരിക എന്ന ആശങ്ക. വിജനമായ ആഫ്രിക്കൻ വനമേഖലയ്ക്ക് മുകളിലൂടെ വേണം ഈ വിമാനങ്ങൾ പറക്കാൻ. ചാർട്ടേഡ് വിമാനങ്ങളും കാണാം യാർഡിൽ. പല വിമാന കമ്പനികൾ ഇവിടെ നിന്നും ഡൊമസ്റ്റിക് സർവീസ് നടത്തുന്നുണ്ട്. ഔറിക് എയർ എന്ന കമ്പനിയുടെ വിമാനത്തിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ചിലർ ചെന്ന് വിമാനത്തിൽ കയറുന്നു. വലിയ നടപടിക്രമങ്ങളൊന്നുമില്ല. ഒരു ടാക്സിയിലോ ലൈൻ ബസ്സിലോ കയറുന്ന ലാഘവത്തോടെയാണ് ആളുകൾ വിമാനത്തിൽ കയറുന്നത്. പൈലറ്റിന് കയറാനുള്ള ചെറുവാതിലിലൂടെ ഒരു സ്ത്രീ അള്ളിപ്പിടിച്ചു കയറുന്നതെല്ലാം കൗതുകത്തോടെ ഞാൻ കണ്ടുനിന്നു. പൈലറ്റാണോ പാസഞ്ചറാണോ എന്നൊന്നും അറിയില്ല. ഔറിക് എയറിന്റെ വിമാനം പുറപ്പെടാറായിരിക്കുന്നു. മുന്നിൽ പോകുന്ന മഞ്ഞ ജാക്കറ്റ് ധാരി എന്നെയും മറ്റേതാനും യാത്രികരെയും വിമാനത്തിനടുത്തേക്ക് നയിച്ചു. ഞാനും ഏതാനും ടൂറിസ്റ്റുകളുമടങ്ങുന്ന സംഘം അയാൾക്ക് പിന്നാലെ നടന്നു. ഇതിൽ ഏതോ ഒരു വിമാനം ഞങ്ങൾക്കുള്ളതാണ്. കുറേ വിമാനങ്ങൾ യാർഡിൽ ചിതറിക്കിടപ്പുണ്ട്. ഇതെല്ലാം സെസ്ന വിമാനങ്ങളാണ്. താരതമ്യേന വില കുറവാണെന്നതാണ് സെസ്ന വിമാനങ്ങളുടെ പ്രത്യേകത. 12 യാത്രികരും 2 പൈലറ്റുമാരും ഉൾപ്പെടെ 14 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം. ഇതാണ് ഞങ്ങൾക്കുള്ള വിമാനം.
ഇതിന്റെ പിൻഭാഗത്ത് ചരക്കു കയറ്റാം. വാതിൽ തന്നെയാണ് ഗോവണിയായി രൂപപ്പെട്ടിരിക്കുന്നത്. അകത്ത് ഈ വിധമാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഒരു SUV കാറിലുള്ളതിലും അല്പം കൂടി സ്ഥലസൗകര്യമുണ്ടെന്ന് പറയാം. 12 പേർക്ക് യാത്ര ചെയ്യാം. ഞാനൊരു ജനാല സീറ്റ് തന്നെ പിടിച്ചു. പുറത്ത് വേറെയും വിമാനങ്ങളുണ്ട്. ജാക്കറ്റ് അണിഞ്ഞ് നടക്കുന്നത് പൈലറ്റുമാരായിരിക്കാം. ഇവിടെ ഒരാൾ ഫ്ലൈറ്റ് ഡേറ്റകൾ പരിശോധിക്കുന്നു. പൈലറ്റുമാരുടെ സീറ്റിന് തൊട്ടുപിന്നിലാണ് ഞാനിരിക്കുന്നത്. ഒരു ജൂനിയർ പൈലറ്റ് സീറ്റിലേക്കെത്തി. താമസിയാതെ സീനിയറായ ഒരു പൈലറ്റും കയറി. ഇവരൊക്കെ സായിപ്പുമാരാണ്. ആവശ്യമായ സുരക്ഷയും മറ്റു സജ്ജീകരണങ്ങളുമില്ലാതെ സായിപ്പുമാർ ഈ പണിക്കിറങ്ങില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പൈലറ്റുമാർ ജോലി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വിമാനം യാർഡിൽ നിന്ന് ഉയരുന്നതും കാത്ത് ഞാനിരുന്നു.